പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു പുലിയല്ല, ഒരു ഇരട്ടച്ചങ്കനുമല്ല, വെറും കീറക്കടലാസാണ്. നവകേരള സദസ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ പഞ്ചനക്ഷത്ര ഈ പരിപാടി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടണം യൂത്ത് കോൺഗ്രസ്സുകാരനായ പറഞ്ഞു. ഇതിന് എന്ത് യുക്തിയാണുള്ളത്? എന്തടിസ്ഥാനത്തിലാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്ത് പരാതിയാണ് ഇവർ പരിഹരിച്ചത് ഇത്രയും ദിവസം പോയതിനു ശേഷം? നല്ല വയറു നിറച്ച് ഈ പറഞ്ഞ പോലെ കഴുത്തു മുതൽ വയറു വരെ ഭക്ഷണവും കഴിച്ച് പിന്നെ ആർത്തുല്ലസിച്ച് അർമാദിച്ചു പോരുന്നല്ലാതെ എന്ത് നേട്ടമായി, എന്ത് ഗുണമാണ് സംസ്ഥാനത്ത് ഉണ്ടായത്? ഇവിടെ ഒരു ചതഞ്ഞറിഞ്ഞ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു. അയാളെ കൊണ്ട് ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ലായിരുന്നു. അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ്സുകാർ അടികൊണ്ടുകൊണ്ടിരുന്നത്. സതീശന്റെയും ഈ പറഞ്ഞ പോലെ സതീശൻ, രമേശ് ചെന്നിത്തല, ബെന്നി ബെഹനാനെ പോലെയൊക്കെയുള്ള മുതിർന്ന നേതാക്കന്മാരും ഇനി പിണറായി വിജയനെതിരെ പിന്നെ നിരത്തിലിറങ്ങണമെന്നാണ് ഞാൻ പറയുന്നത്. സർ, യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. 5 തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകരെ മാറ്റാൻ ശ്രമിച്ചിട്ടൊന്നും മാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ എങ്ങനെ അക്രമം അല്ലെങ്കിൽ സർക്കാരിനെതിരെയുള്ള ഒരു പോരാട്ടം തുടങ്ങുകയാണ്. അടിക്കടി, അല്ലാതെ പിന്നോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പോകുന്നത്. പക്ഷെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് പല പ്രവർത്തകരെയും തറയിലിട്ട് വലിച്ചിഴച്ച് വളരെ ക്രൂരമായ രീതിയിലാണ് പോലീസിന്റെ ഇടപെടൽ. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ്, 2 ദിവസങ്ങൾക്ക് മുൻപ് ഇതേ SFI ഗവർണർക്കെതിരെ ഒരു സമര പരിപാടി നടത്തിയപ്പോൾ പോലീസ് SFI സംസ്ഥാന സെക്രട്ടറി ആർഷയോട് പെരുമാറിയതൊക്കെ നമ്മൾ കണ്ടതാണ്. എത്ര മൃദു സമീപനമാണ് ആർഷയോട് കാണിച്ചത്. നമുക്ക് മാറി നിന്ന് സംസാരിക്കാം, പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിനയപൂർവ്വം എളിമയായി നിന്നുകൊണ്ടാണ് പോലീസ് ആ കാര്യങ്ങളെ നേരിട്ട. തിരിച്ച് മറ്റ് സംഘടനകൾ ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ എന്തെങ്കിലും സമരമുറകൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അവരോട് കാണിക്കുന്ന ഒരു പ്രതീതി, അത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ്. എന്താണ് ഈ ഒരു അവസരത്തിൽ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ്? കാരണം പെട്ടെന്നൊരു സമരത്തിലേക്ക് അവർ കടക്കുന്നു. ഇത്രയും നാള് മൗനം വ്രതത്തിലായിരുന്നു. ഇത്രയും നാള് ഈ ഒരു നവകേരള യാത്ര തുടങ്ങിയിട്ട് കുറെ ദിവസമായി. ആ സമയത്തൊന്നും കാണാത്തൊരടി. ഇന്നലെ കൊല്ലത്ത് യുവമോർച്ച വലിയ രീതിയിലുള്ള ഈ ഡിവൈഎഫ്ഐക്കാരെയൊക്കെ അടിച്ചോട്ടിച്ചതിന്റെ പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസിന് ബോധോദയം ഉണ്ടായത് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലേക്കാണ് ഇന്നത്തെ ഈ ഒരു സമരം നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്നത്. എന്താണ് ഈ ഒരു സമരത്തിൽ ഇപ്പോൾ ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്? ഇത് യൂത്ത് കോൺഗ്രസ്സുകാരൻ ഇത്രയും നാള് അടികൊണ്ട് മൂങ്ങുകയെ. നവംബർ 17 ആരംഭിച്ച് ആലപ്പുഴ കായംകുളം വരെ അടിച്ചു പിണറായിയുടെ ഗുണ്ടകൾ, ഡിവൈഎഫ്ഐക്കാർ. ഇത്രയും നാള് അടി മുഴുവൻ കണ്ട് മൂങ്ങുകയായിരുന്നു. ഇപ്പോ ഹൈക്കമാൻഡ് പോലും ചോദിച്ചു എന്നാണ് ഞാൻ അറിയുന്നത്, എന്താ നിങ്ങളുടെ പരിപാടി, നിങ്ങൾ ഈ അടി കൊണ്ടോട്ട് മൂങ്ങിക്കൊണ്ട് പോകാനാണോ നിങ്ങളുടെ ഉദ്ദേശം എന്ന് ഹൈക്കമാൻഡ് പോലും ചോദിച്ചു എന്നാണ് ഞാനിപ്പം മനസ്സിലാക്കുന്നത്. എങ്ങനെയാണെങ്കിലും വൈകിയ വേളയിലാണെങ്കിലും യൂത്ത് കോൺഗ്രസിന് വിവേകം ഉദിച്ചത് നല്ലതാണ് എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഈ നവകേരള യാത്ര തുടങ്ങിയ ദിവസം മുതൽ തന്നെ കണക്ക് പറയിക്കണം ഈ അടിക്കുന്നവന്മാരെ കൊണ്ട് എന്ന് എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകർക്ക് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. പഴയങ്ങാടിയിൽ അടിച്ചു, പിന്നെ പൂച്ചട്ടി ഉപയോഗിച്ച് തലയടിച്ചു പൊട്ടിച്ചു. അവിടെ മുതൽ കൂടെ അടിയോടടിയായി. കോതമംഗലത്ത് വന്നിട്ട് അടിച്ച് കനാലിലേക്ക് വലിച്ചെറിഞ്ഞു. അതിനുശേഷം ഇപ്പുറത്ത് കായംകുളത്ത് വന്നപ്പോഴത്തേക്കും ഗൺമാൻ അടിച്ചു. അങ്ങനെ ഇടം വലം അടിച്ച് നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണെങ്കിലും ഈ യൂത്ത് കോൺഗ്രസിലെ ഇവർക്ക് ഇപ്പോഴെങ്കിലും വിവേകം ഉദിച്ചത് നന്നായി എന്നുള്ള ഒരു അഭിപ്രായമാണ് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഇനി ഈ CPM-ന്റെ ക്രിമിനലുകളെ കൊണ്ട് ഒരു യൂത്ത് കോൺഗ്രസുകാരന്റെ ശരീരത്തിൽ പോലും ഒരടി പോലും ഏൽക്കില്ല എന്നുള്ള പ്രതിജ്ഞ ഈ യൂത്ത് കോൺഗ്രസിന്റെ രാഹുൽ മാങ്കൂട്ടം എടുക്കണം. അതിന് നേതൃത്വം കൊടുത്താണ് ഇപ്പം ഇവിടെ പ്രക്ഷോഭത്തിന് വന്നത് എന്നാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസുകാരൻ പറയണം, ഇനി ഒരുത്തന്റെ ദേഹത്ത് കൊണ്ടാൽ, ഒരുത്തന്റെ ദേഹത്ത് ഒരു അടി കൊണ്ടാൽ ഞങ്ങൾ 10 അടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ആർജവം യൂത്ത് കോൺഗ്രസുകാർക്ക് ഉണ്ടാവണം. അതായത് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു പുലിയല്ല, ഒരു ഇരട്ടച്ചങ്കനുമല്ല, വെറും കീറക്കടലാസാണ് എന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ തെളിയിച്ചു കൊടുക്കാനുള്ള ഒരു സുവർണാവസരമാണ് ഈ യൂത്ത് കോൺഗ്രസുകാർക്ക് കിട്ടിയിരിക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അയാളൊന്നുമല്ല, അയാൾ വെറും ഭീരുത്വമാണ് അയാളെ നയിക്കുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ തെളിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയണം.
ഈ നവകേരള സദസ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ പഞ്ചനക്ഷത്ര ഈ പരിപാടി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടണം യൂത്ത് കോൺഗ്രസ്സുകാരനായ ഞാൻ പറഞ്ഞു. ഇതിന് എന്ത് യുക്തിയാണുള്ളത്? എന്തടിസ്ഥാനത്തിലാണ് ഇവരിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്ത് പരാതിയാണ് ഇവർ പരിഹരിച്ചത് ഇത്രയും ദിവസം പോയതിനു ശേഷം? നല്ല വയറ് നിറച്ച് ഈ പറഞ്ഞ പോലെ കഴുത്തു മുതൽ വയറ് വരെ ഭക്ഷണവും കഴിച്ച് പിന്നെ ആർത്തുല്ലസിച്ച് ആർമാദിച്ചു പോരുന്നല്ലാതെ എന്ത് നേട്ടമായി എന്ത് ഗുണമാണ് സംസ്ഥാനത്ത് ഉണ്ടായത് എന്ന് ചോദിച്ചുകൊണ്ട് ഈ യൂത്ത് കോൺഗ്രസ്സുകാർ ഇനി അടുത്ത ഘട്ടത്തിൽ നവകേരള യാത്രയുടെ ബസ് തടയണം എന്നാണ് ഞാൻ പറയുന്നത്. എന്തിനാണ് ഇത് അവസാനിപ്പിക്കണമെന്ന് പറയണം. എന്ന് മാത്രമല്ല ഇപ്പൊ നാട്ടിൽ മുഴുവൻ കോവിഡാണ്. ആ കോവിഡ് വന്നപ്പോഴും ആ കോവിഡിന്റെ കണക്കുകളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇത് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ കോടിക്കണക്കിന് രൂപ പിരിക്കുക എന്നുള്ള പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഈ അഗ്രസീവ് ആകണം. എന്നെ പോലുള്ളവരൊക്കെ കഴിഞ്ഞ ഒരു 10-15 ദിവസമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എവിടെ പോയി എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ അനക്കമുണ്ടായത് നന്നായി. പിണറായി വിജയൻ എന്ന് പറയുന്ന ആള് ഏകഛത്രാധിപതിയല്ല, ഇരട്ടച്ചങ്കനുമല്ല, ഒന്നുമല്ല. അയാൾ വെറും ഒരു കടലാസാണെന്ന്, വെറും ഒരു കീറക്കടലാസാണ് എന്ന് ജനങ്ങളെ കാണിച്ചു കൊടുക്കണം. ആ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി യൂത്ത് കോൺഗ്രസ്സുകാർ ഇനി വരും ദിവസങ്ങളിലും ഈ പോർമുഖങ്ങളിൽ തന്നെ നെഞ്ചുവിരിച്ചുണ്ടാവണം എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സാർ, കൂട്ടത്തിൽ തന്നെ ചോദിക്കട്ടെ, ഈ പോലീസിന്റെ ഈ ഒരു അതായത് ഈ രണ്ട് നടപടി, ഒന്ന് ഈ SFIക്കാരോട് കാണിക്കുന്ന ഈ മൃദു സമീപനം, ഈ ഒരു കൂറ് എന്ന് തന്നെ പറയേണ്ടി വരും. രണ്ട്, ഈ യുവമോർച്ചയോ യൂത്ത് കോൺഗ്രസ്സുകാരോ തെരുവിൽ ഇത്തരത്തിൽ സമരം ചെയ്യുമ്പോൾ, ഭരണപക്ഷത്തിനെതിരെ സമരം ചെയ്യുമ്പോൾ അവരോട് കാണിക്കുന്ന ഒരു രീതി, ഈ രണ്ട് രീതിയും ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ ഇവിടെ? അല്ല, അവർ യാതൊരു സംശയവുമില്ല. കേരളത്തിലെ പോലീസ് സേന കേരളത്തിലെ CPM ഭരണത്തിന്റെ വെറും കോടാലിക്കൈയായിട്ടാണ്, വെറും ലാത്തിയായിട്ടാണ് ഈ കേരളത്തിലെ പോലീസ് പ്രവർത്തിക്കുന്നത്. നമ്മൾ ഒരുപാട് കാലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ പ്രവർത്തിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പ്രതിരോധവും പ്രതിഷേധവും എതിർപ്പും ഇല്ലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തായിരുന്നു ഇതുപോലെ നടക്കുമോ? നടക്കില്ല. ഇവിടെ ഒരു ചതഞ്ഞറിഞ്ഞ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു. അയാളെ കൊണ്ട് ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ലായിരുന്നു. അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ്സുകാർ അടികൊണ്ടുകൊണ്ടിരുന്നത്. യൂത്ത് കോൺഗ്രസ്സുകാരെ പോലീസുകാർ എവിടെയെങ്കിലും വെച്ച് അടിക്കുകയാണെങ്കിൽ അതിന്റെ മുമ്പിൽ വന്നിട്ട് ഇനി ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ തൊടട എന്ന് പറഞ്ഞുകൊണ്ട് മുണ്ടും മടക്കി കുത്തി നിൽക്കാനുള്ള ആർജവം ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉണ്ടാവണമായിരുന്നു. ആ ആർജവം അയാൾക്കില്ല. പിണറായി വിജയനെ പോലെ തന്നെ അയാളും ഭീരുവാണ്. അടികൊള്ളുപോകുന്ന ശരീരത്തിൽ നിന്ന് ചോര വരുമെന്നൊക്കെയുള്ള ഭയവും ഭീതിയും അയാളെ അയാളെ കൈയടക്കിയിട്ടുള്ളത് കൊണ്ടാണ് അയാൾ ഇതിനകത്ത് നിൽക്കാതിരുന്നത്. അതുകൊണ്ട് ഇനി ഞാൻ പറഞ്ഞ യൂത്ത് കോൺഗ്രസ്സുകാരല്ല, കോൺഗ്രസ്സുകാർ തന്നെ ഇനി രംഗത്ത് വരണമെന്നാണ് ഞാൻ പറയുന്നത്. സതീശന്റെയും ഈ പറഞ്ഞ പോലെ സതീശൻ, രമേശ് ചെന്നിത്തല, ബെന്നി ബെഹനാനെ പോലെയൊക്കെയുള്ള മുതിർന്ന നേതാക്കന്മാരും ഇനി പിണറായി വിജയനെതിരെ നിരത്തിലിറങ്ങണമെന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞ രമേശ് ചെന്നിത്തല, ബെന്നി ബെഹനാനെ വന്നിട്ട് പറയണം ഞങ്ങളെ അടിച്ചിട്ട് യൂത്ത് കോൺഗ്രസ്സുകാരെ അടിച്ചാൽ മതി എന്ന് പറഞ്ഞ് നെഞ്ചിരിക്കും നിന്നേ പോലീസുകാരൻ വാടി ചുരുട്ടി ഓടുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഈ മൃദു സമീപനവും ഈ ഇരട്ടത്താപ്പൊക്കെ പോലീസുകാരുടെ മാറണമെങ്കിൽ അവര് എതിർപ്പിന്റെയും പ്രതിഷേധത്തിന്റെയും പ്രതിരോധത്തിന്റെയും ചൂടറിയണം. ആ ചൂട് കാണിക്കാൻ ഈ പറഞ്ഞ പോലെ പ്രായത്തിന്റെ പ്രശ്നങ്ങളൊന്നും നോക്കാതെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ രംഗത്ത് വരണം. ഇപ്പൊ 2 വർഷങ്ങൾക്ക് മുമ്പ് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ 2 ദിവസം ഉപരോധത്തിന് നേതൃത്വം നൽകിയ ആളാണ് ബെന്നി ബെഹനാൻ. അവസാനം നടപടി ഉണ്ടായതിനു ശേഷമാണ് ആ ഉപരോധം അവസാനിപ്പിച്ചു പോയത്. എന്ന് പറഞ്ഞതുപോലെ ഈ കോൺഗ്രസ്സുകാരും ഇനി രംഗത്തിറങ്ങണം. ഇറങ്ങിയിട്ട് അടികൊള്ളുമെങ്കിൽ അവന്മാരുടെ അടികൊള്ളണം. ഞാൻ പറഞ്ഞു സതീശന്റെ ഒക്കെ തലയൊക്കെ ഒന്ന് പൊട്ടട്ടേ. സതീശന്റെ തലയൊക്കെ പൊട്ടിയിട്ട് ചോരയൊക്കെ ഇനി വരട്ടെ. കാരണം മുഖ്യമന്ത്രി ആവാൻ വേണ്ടി നിൽക്കുന്ന ആളല്ലേ. ഇത്തിരി പോലീസ് പീഡനമൊക്കെ ഏക്കട്ടെ. ഈ ഇന്നോവ ക്രിസ്റ്റ കാറിൽ നിന്ന് വലതുകാലം വെച്ചൊന്ന് പുറത്തോട്ട് ഇറങ്ങട്ടെ. ഈ പഞ്ചായത്തത്ര സൗകര്യങ്ങളിൽ നിന്ന് പോലീസിന്റെ അടി എങ്ങനെയാണ് കൊണ്ടുപോയി എങ്ങനെ ഇരിക്കുന്നത് ചൂടൊക്കെ ഒന്ന് മനസ്സിലാകട്ടെ. അങ്ങനെ മനസ്സിലായാൽ മാത്രമേ അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുള്ളൂ എന്നുള്ള ബോധ്യം കോൺഗ്രസുകാർക്ക് ഉണ്ടാവണം. അതുകൊണ്ട് പോലീസുകാരുടെ ഇരട്ടത്താപ്പൊക്കെ മാറണമെങ്കിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെ റോഡിലിറങ്ങി ഭരണകൂടത്തെ വെല്ലുവിളിക്കണം. അങ്ങനെ വെല്ലുവിളിച്ചാൽ ഈ പിണറായി എന്ന് പറയുന്ന ഇയാള് ഒന്നുമല്ല, ഇയാൾ ഇരട്ടച്ചങ്കനുമല്ല, ഇയാൾ വാളിന്റെയും മറ്റേതെന്ന് കീഴിൽ നടന്നതൊന്നുമല്ല, വാലിച്ചുരുട്ടി ഓടുന്നവനാണ് പിണറായി വിജയനെന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരട്ടച്ചങ്കനല്ല കീറസ്റ്റാക്കാണ് പിണറായി വിജയനെന്നും കേരളത്തിലെ ജനങ്ങളെ അറിയിക്കാനുള്ള ഒരു അസുലഭ അവസരമാണ് യൂത്ത് കോൺഗ്രസിനും കിട്ടിയിരിക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനി യൂത്ത് കോൺഗ്രസുകാർ കരയ്ക്കറി ഇരുന്നിട്ട് അടുത്ത ഘട്ടത്തിൽ കോൺഗ്രസുകാർ ഇറങ്ങണം. അതാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്.